മുട്ട പുഴുങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കാറുണ്ടോ? ഇനി ആ പാത്രത്തിന്റെ സ്മെല്ലൊന്ന് പോയി കിട്ടണമെങ്കിൽ എത്ര നേരം ഉരയ്ക്കണം എന്നറിയോ? ഡയറ്റ് തുടങ്ങിയ മുതൽ ഇത് രണ്ടും ഇവിടെ പതിവാട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു എഗ് ബോയിലർ മേടിച്ചതിന് ശേഷം ഉണ്ടല്ലോ, ഇപ്പൊ മുട്ട വെന്തോന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ആവശ്യമില്ല, മുട്ട പൊട്ടി പോവാറില്ല, വെള്ളം പറ്റി പോവാറില്ല, അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇത് അഗാറോയുടെ എഗ് ബോയിലർ ആൻഡ് പോച്ചർ ആണ്. ഇതിൽ മുട്ട പുഴുങ്ങാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നമുക്ക് ആവിയിൽ വേവിക്കേണ്ട സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെയുള്ള ഈ ഒരു മെഷറിംഗ് കപ്പിൽ സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മുട്ട എത്രത്തോളം വേവണോ ആ അളവിൽ വെള്ളം എടുത്ത് ഇതിനകത്ത് ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു മെഷറിംഗ് കപ്പിന്റെ താഴെ ഒരു എഗ് പിന്നും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് മുട്ടയിൽ ഒരു തുള ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുകയാണെങ്കിൽ മുട്ട പൊട്ടി പോകൂല. അതുപോലെ തന്നെ നമുക്ക് ഒരേ സമയം 8 മുട്ട വരെ പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ അളന്നൊഴിച്ചിരിക്കുന്ന വെള്ളം വറ്റുന്ന സമയത്ത് താനെ സ്വിച്ച് ഓഫ് ആവും. ആ ഒരു സമയത്ത് നമുക്ക് മുട്ട എടുത്ത് നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് മുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി എഗ്ഗ് പോച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം കേട്ടോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഈ ട്രേക്കകത്ത് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു കഷ്ണം പുട്ടും വേവിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ് കോണും ക്യാരറ്റും നേന്ത്രപ്പഴവും ഒക്കെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വെറും 10 മിനിറ്റിൽ ഇത്ര ഐറ്റംസ് നമുക്ക് ഒറ്റയടിക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേർക്കും ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഈ ഒരൊറ്റ സംഭവം മതി നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹെൽത്തി മീൽ ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണ്ടവർക്ക് സ്റ്റോറി ലിങ്ക്സിലും ബയോയിലും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കിട്ടാത്തവർ കമന്റ് ചെയ്താൽ മതി.